കുറ്റം ചെയ്തത് ഏത് വലിയവനായാലും അവരെ പിടിക്കുകയും ചെയ്യും. എന്റെ അഭിപ്രായം അത് തന്നെയാ. SI റൂബിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കുറ്റവാളിയെ എന്ത് വില കൊടുത്തും പോലീസ് കണ്ടുപിടിക്കണം. ഭയങ്കര ആത്മവിശ്വാസത്തിലാണല്ലോ. അതെ, തെറ്റ് ചെയ്താലല്ലേ പേടിക്കേണ്ടതുള്ളൂ. പോലീസ് നായ മണം പിടിച്ചേ ഈ വീട്ടിലേക്ക് കാണാൻ വന്ന് കയറൂ. ആ, അത് കയറും. എന്നിട്ട് രാവിലെ പണി കൊടുക്കാൻ പോയവരില്ലേ, അവരെ പിടിക്കുകയും ചെയ്യും. എന്തൊക്കെ ശരത്തെ എവിടെ പറയുന്നേ? പണി കൊടുക്കാൻ പോയിന്നോ? ആര്? ആർക്കറിയാമേ? SI റൂബി മരിക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു മുത്തച്ചി? ആരുടെ ആവശ്യമായിരുന്നു? നടേശൻ സാറിന്റെ കൊലപാതകം അന്വേഷിച്ചുകൊണ്ടിരുന്ന ആരാ? റൂബിയല്ലേ? ആ അന്വേഷണം പ്രതിയിലേക്ക് എത്തും എന്ന് വന്നപ്പോഴല്ലേ കള്ളപ്പരാതി കൊടുത്ത് റൂബിയെ സർവീസിൽ നിന്ന് തെറിപ്പിച്ചത്? ഓ, അത് ചെയ്തത് ഇവളല്ലേ? അതെ, ഞാൻ തന്നെയാ. അതുകൊണ്ടിപ്പോ എന്താ? സത്യമാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടുത്തെ അച്ഛനെയാ പോലീസുകാർക്ക് സംശയം. ഈശ്വരാ, അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എന്നെ വിശ്വസിക്കാനാ എനിക്കും ഇഷ്ടം. പക്ഷേ അത് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥര് കണ്ടെത്തിക്കൊള്ളണമെന്നില്ലല്ലോ. നേരാണോടി ഈ കേൾക്കുന്നത്? മനോഹരനാണോ ഇതിന്റെയൊക്കെ പിന്നില്? എന്റെ മുത്തശ്ശി, എല്ലാവരെയും കുറച്ചു കാലം പറ്റിക്കാം. കുറച്ചുപേരെ എല്ലാ കാലവും പറ്റിക്കാം. പക്ഷേ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാനൊക്കില്ല. ശരത്തിപ്പ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാ. നടേശൻ സാറിന്റെ മരണത്തിന് കാരണക്കാരായവര് തന്നെയാണ് റൂബിയുടെ മരണത്തിന് പിന്നില് എന്നുള്ള കാര്യവും സത്യം തന്നെയാണ്. പക്ഷെ ആ പ്രതി നമ്മുടെ അച്ഛനല്ല, അത് വേറൊരാളാ. ആര്? എനിക്ക് ആളെയൊക്കെ അറിയാം, പക്ഷെ എന്റെ കയ്യിൽ തെളിവില്ലാതായിപ്പോയി. പോലീസ് അന്വേഷിക്കട്ടെ, എല്ലാം പുറത്തു വന്നോളൂ. ഞാനല്ല, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു റൂബി. റൂബിയുടെ മരണത്തില് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഞാനാ. എനിക്കെന്റെ വലത് കൈയാ പോയത്. അടുത്ത് തന്നെ ഇടം കൈയും പൊയ്ക്കോളൂ. അതിനുള്ള പണി, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണേ. പണി അത് കാലം തന്നോളൂ. അവർക്ക് പ്രാന്താമേ. സ്വന്തം തെറ്റ് മറച്ചു വെക്കാൻ ഏറ്റവും നല്ല വഴി എന്താ? കുറ്റം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ. അതാ അവരിപ്പോ ചെയ്തത്. അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. കുറ്റം ചെയ്തവൻ അകത്തു പോകും. അതാരായാലും, എത്ര കൊലക്കൊമ്പനായാലും.